സാർ ആ ഡിനോമിനേറ്റർ ഒന്നുകൂടി പറയാമോ? ഒറ്റ സെക്കൻഡ്. സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലയോ വിനായകേ? കണ്ട് കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് എക്സ് പ്ലസ് കോട്ട് വൈ. എഴുതിയോ? എഴുതി. ഇനി നമ്മുടെ ചോദ്യം ഒന്ന് വായിച്ചേ വിനായകേ. കോട്ട് എക്സ് കോട്ട് 2x മൈനസ് കോട്ട് 2x കോട്ട് 3x മൈനസ് കോട്ട് 3x കോട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഒറ്റ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്നാണ് പറയാമോ ആർക്കെങ്കിലും? ഇതേപോലത്തെ ഒരു ചോദ്യം എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒറ്റ വ്യത്യാസമേ ഉള്ളായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കോട്ടിന് പകരം ടാൻ ആയിരുന്നു. ഓർമ്മയുണ്ടോ? ഇതേപോലൊരു ക്വസ്റ്റ്യനെ കോട്ടിന് പകരം ടാൻ വെച്ച് പഠിച്ചു ഓർക്കുന്നുണ്ടോ പുസ്തകത്തിൽ നിന്നുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട്? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലയോ? ഹലോ, കേൾക്കുന്നുണ്ട് സാർ. ആ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവിടെ ടാൻ എക്സ് ഉണ്ടായിരുന്നു, ടാൻ 2x ഉണ്ടായിരുന്നു, ടാൻ 3x ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ചെയ്തത് നമ്മളവിടെ? അത് ഓർമ്മയുണ്ടെങ്കിൽ ഇത് വേഗം ചെയ്യാൻ പറ്റും. അതിലെ വലിയ ആളിനെ എടുത്തു. ആംഗിൾ കൊണ്ട് വലിയ ആളാരാ? എക്സ് ഉണ്ട്, 2x ഉണ്ട്, 3x ഉണ്ട്. അപ്പൊ ആംഗിൾ കൊണ്ട് വലുതാരാ? 3x. അപ്പൊ എഴുതുക കോട്ട് 3x ഈക്വൽ ടു. ഇനി ഇതിനെ ബാക്കിയുള്ള രണ്ട് പേരെ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? കോട്ട് ഓഫ് ഇവിടെ കോട്ട് 3xനെ ബാക്കിയുള്ള രണ്ടുപേരെ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? കോട്ട് ഓഫ് 2 + 1 അല്ല, x + 2x അല്ലേ? x + 2x അല്ലേ 3x എന്ന് പറയുന്നേ? അപ്പോ കോട്ട് 3x ഈക്വൽ ടു ഈ വലതുവശത്ത് ഈ മുകളിൽ എഴുതിയിട്ടിരിക്കുന്ന ഈ റിസൾട്ട് അപ്ലൈ ചെയ്യണം. അപ്പൊ പറഞ്ഞാൽ എന്തോ ഒരു ആൻസർ? കോട്ട് എക്സ് കോട്ട് 2x മൈനസ് 1 ബൈ കോട്ട് എക്സ് പ്ലസ് കോട്ട് 2 ബൈ കോട്ട് എക്സ് പ്ലസ് കോട്ട് 2x. ഈ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇല്ല. അപ്പൊ എന്തായിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? റിസൾട്ട് അവരോട് കഴിഞ്ഞു. ഇനി സിംപ്ലിഫിക്കേഷൻ മാത്രമാണ്. ഇനി എന്തോ ചെയ്യണ്ടേ? ഈ വലതുവശത്തെ ഡിനോമിനേറ്ററിനെ ഇടതുവശത്തോട്ട് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കോട്ട് 3x ഇൻറ്റു ഇപ്പൊ ആരും ഒരു മിണ്ടാത്ത അവസ്ഥയാണല്ലോ ഇവിടെ. പ്ലസ് കോട്ട് 2x കോട്ട് എക്സ് പ്ലസ് കോട്ട് 2x കോട്ട് 2x ഈസ് ഈക്വൽ ടു കോട്ട് എക്സ് കോട്ട് 2x മൈനസ് 1. കോട്ട് എക്സ് കോട്ട് 2x മൈനസ് 1 ആണോ? അതെ സാർ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ കോട്ട് 3x അകത്തോട് ഗുണിക്കുന്നു. ഹരീഷ്ണ ഇതൊന്ന് ഗുണിച്ചു പറഞ്ഞ ഹരീഷ്ണ. കോട്ട് 4x കോട്ട് 3xും കോട്ട് എക്സോട് ഗുണിച്ചാൽ എങ്ങനെയാ കോട്ട് 4x വരുന്നത്? ഗുണിക്കാനാ പറഞ്ഞു. ഗുണിക്കുമ്പോ കോട്ട് എക്സ് കോട്ട് 3x കോട്ട് 3xും കോട്ട് 2xോട് ഗുണിക്കണം. കോട്ട് 2x കോട്ട് 3x കോട്ട് 2x ഇൻറ്റു കോട്ട് 3x ഈസ് ഈക്വൽ ടു കോട്ട് എക്സ് കോട്ട് 2x മൈനസ് 1. കോട്ട് 2x മൈനസ് 1. ഓക്കെ, ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഐശ്വര്യ ഉണ്ടോ ക്ലാസ്സിൽ? ഐശ്വര്യ ഉണ്ട് സാർ. അപ്പൊ ഐശ്വര്യയെ ഇനിയും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം.
വായിച്ചു നോക്കിയിട്ട്, അല്ല ക്വസ്റ്റ്യൻ അങ്ങ് വായിച്ചു, അടുത്ത ആളിനെ ഒന്ന് വായിച്ചേ, ആൻസറിലെ ക്വസ്റ്റ്യനിലെ സ്റ്റെപ്പ് ഒന്ന് വായിച്ചേ. Cot x plus y is equal to cot അല്ല x അല്ല cot അല്ല y. അല്ല അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? സാർ എന്റെ ടെക്സ്റ്റ് ഇല്ല. ആ ശരി. അപ്പൊ ടെക്സ്റ്റ് ഉള്ള ആരുണ്ട്? എന്റെ ഉണ്ട് സാർ. ആ അപ്പൊ വിനായക് ഒന്ന് വായിച്ച്, എന്തോ ക്വസ്റ്റ്യൻ? cot x cot 2x minus അങ്ങനെ ഒരു ടേം നമ്മളിപ്പോ ചെയ്തതിനകത്തിലുണ്ടോ? ഇപ്പൊ ചെയ്തു വെച്ചേക്കുന്ന ലാസ്റ്റ് സ്റ്റെപ്പിൽ കോട്ട് എക്സ് കോട്ട് 2x എന്ന് പറയുന്ന ഒരാളുണ്ടോ? ഇല്ല. ഉണ്ട്. ദാണ്ട് ഈ വലതുവശത്ത് കിടക്കുന്ന ആദ്യത്തെ ടൈം അല്ലേ കോട്ട് എക്സ് കോട്ട് 2x? അതെ. ഓക്കെ, ഇനി അടുത്ത ആരാ വരണ്ടേ? cot 2x cot 3x അല്ല, ചിഹ്നം കൂടെ ചേർത്ത് വരും. minus cot 2x cot 3x. അങ്ങനെ ആൾ ഇവിടെ ഉണ്ടോ? മൈനസ് ഇല്ല, പക്ഷെ ടേം ഉണ്ട്. ടേം ഉണ്ട്, പക്ഷെ ചിഹ്നം പ്ലസ് ആ. അപ്പൊ മൈനസ് ആക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ഈ റൈറ്റിലോട്ട് അപ്പുറത്തോട്ട് മൈനസ് ആവത്തില്ലേ? മൈനസ് ആവത്തില്ലേ? ആ ഇനി മൂന്നാമത്തെ ടൈം വായിച്ചാട്ടെ. മൈനസ് കോട്ട് 3x കോട്ട് x. അത് കിട്ടാൻ എന്തോ മാർഗം? ആ കോട്ട് x കോട്ട് 3x നെ അപ്പുറത്തോട്ട് കൊണ്ടുവരണം. റൈറ്റിലോട്ട് കൊണ്ടുപോകണം. ആ ഈസ് ഈക്വൽ ടു എന്ത് വരണം ഉത്തരം? 1. അത് കിട്ടാൻ എന്തോ മാർഗം? മൈനസ് 1. ഈ -1നെ എങ്ങോട്ട് കൊണ്ടുവരണം? LHS. ഓക്കെ, -1 ലെഫ്റ്റിൽ വരുമ്പോൾ എന്തായിട്ട് മാറും? +1. ആ ഇനി വലതുവശത്തെ ആദ്യത്തെ ടേം അങ്ങനെ തന്നെ എഴുതുന്നു, കോട്ട് എക്സ് കോട്ട് 2x അങ്ങനെ തന്നെ എഴുതി. ആ ഇനി ഈ രണ്ടാമത്തെ ടേം വലതുവശത്ത് പോകുമ്പോൾ എന്തോ വരും? മൈനസ് കോട്ട് 2x കോട്ട് 3x. മൈനസ് കോട്ട് 2x കോട്ട് 3x. ഓക്കെ, ആ ഇനി അടുത്ത ടേം കൂടെ റൈറ്റിൽ പോകുമ്പോഴോ? മൈനസ് കോട്ട് x കോട്ട് 3x. മൈനസ് കോട്ട് എക്സ് കോട്ട് 3x. ഇനി ഇതൊന്ന് തിരിച്ചങ്ങ് എഴുതിയാൽ പോരായോ? മതി സാർ. എങ്ങനെ? ഈ RHS ആദ്യം എഴുതിയിട്ട് LHS രണ്ടാമത് എഴുതി. കോട്ട് എക്സ് കോട്ട് 2x മൈനസ് കോട്ട് കോട്ട് 2x കോട്ട് 2x കോട്ട് 3x കോട്ട് x കോട്ട് 3x മൈനസ് കോട്ട് എക്സ് കോട്ട് 3x is equal to 1. ഇതല്ലേ പ്രൂവ് ദാറ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ചോദ്യം? അതെ സാർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ദേവദത്ത് എവിടെയോ പോകുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ? തിങ്കളാഴ്ചയാ സാറേ പോകുന്നത്. തിങ്കളാഴ്ചയാവും. ശരി. പിന്നെ അഖിലും അതുലും ഉണ്ടോ ക്ലാസ്സിൽ? അഖിലും അതുലും ക്ലാസ്സിലുണ്ടോ? ഈ രേഖ അനിൽ അഖിലിൻ്റെയും അതുലിൻ്റെയും അമ്മയുടെ പേരല്ലേ? നടക്കില്ല. ശലഭേ? ഉണ്ട് സാർ. ഓക്കെ. സൽമാൻ? ഉണ്ട് സാർ. ഉണ്ട്. അർജുൻ ക്ലാസ്സിലുണ്ടോ? അർജുൻ? ജ്യോതിരാദിത്യനുണ്ടോ ക്ലാസ്സിൽ? ഉണ്ട് സാർ. ഉണ്ട്. ഓക്കെ. ആ വായിച്ചു നോക്കിയിട്ട് മനസ്സിലായോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാൻ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ, ആർക്കെങ്കിലും ഇനി കണക്ക് മനസ്സിലാകാനുണ്ടോ? ഇല്ല സാർ. ഇല്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 23. 23ാമത്തെ ചോദ്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 23ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഉണ്ട് സർ. ഉണ്ട്. അപ്പോൾ എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് എന്തിലാണ് ശലഭേ? tan 4x. അപ്പോൾ എടുത്തെഴുതുക tan 4x. ഈ tan 4xനെ നമുക്ക് tan ഓഫ് 2 into 2x എന്ന് എഴുതാൻ പറ്റുമോ ശലഭേ? എഴുതാം. എഴുതാം. ഈ 2 കഴിഞ്ഞിട്ട് കിടക്കുന്ന 2xനെ തൽക്കാലത്തേക്ക് എന്താണെന്ന് വിചാരിക്കുക. ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തൊരു 2 കഴിഞ്ഞിട്ടൊരു 2x കിടപ്പില്ലയോ, അത് തൽക്കാലത്തേക്ക് എന്താണെന്ന് വിചാരിക്കുക. ശലഭയോടാ ചോദ്യം, എന്താണെന്ന് വിചാരിക്കുക. ഞാനവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഹലോ ശലഭ. കേക്കാം സർ. ആ 2x എന്താണെന്ന് വിചാരിക്കുക. x. x ആണെന്ന് വിചാരിക്കാം. ഇനി സൈഡിൽ വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിക്കേ. നിങ്ങൾ tan 2xന് ടാനിൽ ഒരു വില പഠിച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും പറയാമോ? tan 2xന് ടാനിൽ ഒരു വില പഠിച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും പറയാമോ? sin 2x, cos 2x, tan 2x എന്നിവർക്ക് വില പഠിച്ചപ്പോൾ tan 2x ഒറ്റ വിലയെ പഠിച്ചിട്ടുള്ളൂ, ആർക്കെങ്കിലും പറയാമോ എന്താ വിലയെന്ന്? 2 tan x by 1 tan square x. എഴുതുക 2 tan x divided by 1 minus tan square x. 1 minus tan square x. ഓക്കെ, ആ റിസൾട്ട് നമ്മൾ ഇവിടോട്ട് അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ ടാൻ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? മകളെ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ.